വെൽക്കം ബാക്ക് ടു വൺവെസ്റ്റർ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചർ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് യെസ് എന്നും പറയാം, നോ എന്നും പറയാം. ഒരു കമ്പനി പ്രോഫിറ്റബിൾ ആണ്, അതുപോലെ ആ കമ്പനിയുടെ പ്രോഫിറ്റ്സ് ഓരോ വർഷവും ഗ്രോയിങ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഫ്യൂച്ചറിൽ കൂടുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ആ സ്റ്റോക്ക് എത്ര റിട്ടേൺസ് ഡെലിവർ ചെയ്യുമെന്നുള്ളത് രണ്ട് കാര്യത്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന്, ആ കമ്പനിയുടെ കറണ്ട് ബിസിനസ് സൈക്കിൾ. രണ്ട്, ആ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏത് ഹൈ ക്വാളിറ്റി കമ്പനി ആണെങ്കിലും ശരി, നിങ്ങളുടെ റിട്ടേൺസ് എത്ര ആയിരിക്കും എന്നുള്ളത് നിങ്ങളുടെ എൻട്രി പ്രൈസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾ എൻട്രി ചെയ്ത സമയത്തുള്ള ആ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ. ഓരോ കമ്പനികളുടെയും സ്റ്റോക്ക് പ്രൈസസ് എന്ന് പറഞ്ഞാൽ ലോങ് ടേമിൽ ആ കമ്പനികളുടെ ഏർണിങ്സിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയായിരിക്കും. സോ ഇപ്പോഴത്തെ ഒരു സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ ഏർണിങ്സിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും ലോങ് ടേമിൽ നല്ലൊരു റിട്ടേൺസ് കിട്ടുന്നതായിരിക്കും. ഇനി ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ ഏർണിങ്സ് ഓൾറെഡി ആ കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ സ്റ്റോക്കിൽ നിന്ന് വലിയൊരു റിട്ടേൺസ് കിട്ടാനില്ല ലോങ് ടേമിലും. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓരോ കമ്പനിയുടെയും ബിസിനസ് സൈക്കിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുമാത്രമല്ല, ഒരു സ്റ്റോക്കിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പി മൾട്ടിപ്പിൾ എങ്ങനെയാണ് ലോങ് ടേം റിട്ടേൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇന്നത്തെ എപ്പിസോഡിൽ ബിസിനസ് സൈക്കിൾ എന്താണെന്നും അതുപോലെ ഒരു സ്റ്റോക്കിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ പി മൾട്ടിപ്പിൾ എങ്ങനെയാണ് നിങ്ങളുടെ റിട്ടേൺസിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് പറയാനായിട്ട് ഞാൻ രണ്ട് സ്റ്റോക്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ഇൻഫോസിസും മാരിക്കോയും. ഈ രണ്ട് സ്റ്റോക്സിൻ്റെയും ലാസ്റ്റ് ഒരു 20 ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 20% ആണ്. പക്ഷേ സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ അത് ഡിഫറൻറ്റുമാണ്. എല്ലാ കമ്പനീസും അതുപോലെ എല്ലാ സെക്ടേഴ്സും ഒരു ബിസിനസ് സൈക്കിളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ബിസിനസ് സൈക്കിളിൻ്റെ പീക്ക് എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനീസിനും അതുപോലെ ഓരോ സെക്ടേഴ്സിനും ഡിഫറൻ്റ് ആയിരിക്കും. സോ ഒരു സ്റ്റീൽ കമ്പനിയുടെ ഒരു ബിസിനസ് സൈക്കിളിൻ്റെ പീക്ക് എപ്പോഴാണ് സംഭവിക്കുന്നത്, ആ സമയത്തായിരിക്കത്തില്ല ഒരു ഫാർമ കമ്പനിയുടെ ബിസിനസ് സൈക്കിളിൻ്റെ പീക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഒരു IT കമ്പനി റിസഷൻ ഫേസ് ചെയ്യുന്ന സമയത്തായിരിക്കത്തില്ല ഒരു FMCG കമ്പനി റിസഷൻ ഫേസ് ചെയ്യുന്നത്. അതുപോലെ ഒരു ബിസിനസ് സൈക്കിളിൻ്റെ എക്സാക്ട് മൂവ്മെൻറ്റ് ആയിരിക്കത്തില്ല ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ചാർട്ട് ഒരു സ്റ്റീൽ കമ്പനിയുടെ ബിസിനസ് സൈക്കിൾ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സൈക്കിളിൻ്റെ തുടക്കത്തിൽ സ്റ്റീലിൻ്റെ പ്രൊഡക്ഷൻ കൂടാൻ തുടങ്ങും. സോ ഒരു സമയത്ത് എത്തുമ്പോഴത്തേക്ക് ആ പ്രൊഡക്ഷൻ്റെ ഒരു പീക്കും എത്തും. സോ ഈ ബിസിനസ് സൈക്കിളിൻ്റെ ഇനീഷ്യൽ ഫേസിൽ സ്റ്റീലിൻ്റെ ഡിമാൻഡ് കൂടാൻ തുടങ്ങും. സോ സ്റ്റീലിൻ്റെ പ്രൈസും കൂടാൻ തുടങ്ങും. പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പീക്കിലെത്തും. പീക്കിലെത്തുക എന്ന് പറഞ്ഞാൽ സപ്ലൈ കൂടുതലായിരിക്കും, ഡിമാൻഡ് കുറവുമായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്റ്റീലിൻ്റെ പ്രൈസ് താഴാൻ തുടങ്ങും. സോ ആ സമയത്ത് സ്റ്റീലിൻ്റെ സപ്ലൈ കൂടുതലായിരിക്കും, ഡിമാൻഡ് കുറവുമായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഇൻഡസ്ട്രി ഒരു റിസഷൻ ഫേസ് ചെയ്യും. സോ ആ സമയത്ത് ജോബ് ലോസസും കോസ്റ്റ് കട്ടിങ്ങും ഇതെല്ലാം കാണും. ആ റിസഷൻ കുറച്ച് വർഷങ്ങൾ ചിലപ്പം ലാസ്റ്റ് ചെയ്യായിരിക്കാം. പക്ഷേ റിസഷൻ അവസാനിച്ച് പിന്നെ ഒരു റീകവറി വീഴുമ്പോഴത്തേക്ക് സ്റ്റീലിൻ്റെ ഡിമാൻഡും കൂടാൻ തുടങ്ങും, സ്റ്റീലിൻ്റെ പ്രൈസും കൂടാൻ തുടങ്ങും. സോ സ്റ്റീലിൻ്റെ ഡിമാൻഡ് പ്രീവിയസ് പീക്ക് ബ്രീച്ച് ചെയ്യുമ്പോഴത്തേക്ക് കമ്പനീസ് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പ്രീവിയസ് പീക്ക് ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. ഇതുപോലൊരു ബിസിനസ് സൈക്കിളിലൂടെയാണ് എല്ലാ കമ്പനീസും എല്ലാ സെക്ടേഴ്സും പാസ് ചെയ്യുന്നത്. ഇനി ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് സൈക്കിളിൻ്റെ എക്സാക്ട് മൂവ്മെൻറ്റ് ആയിരിക്കത്തുമില്ല. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ ബിസിനസ് സൈക്കിളിൻ്റെ പീക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഒരു പീക്ക് എത്തിയിട്ട് കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതുപോലെ ആ കമ്പനി ഒരു റിസഷനിൽ നിന്ന് റീകവർ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് റീകവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറാണ്. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മാർക്കറ്റ്സ് ഡിസ്കൗണ്ട് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ എപ്പിസോഡ് കണ്ടാൽ മതി. ആ എപ്പിസോഡ് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഒരു സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ സ്റ്റോക്കിൽ നിങ്ങൾ എപ്പോഴാണ് എൻ്റർ ചെയ്തെന്നുള്ളതാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്തെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇൻഫോസിസിൻ്റെ സ്റ്റോക്ക് 2000 മാർച്ചിൽ, അതായത് .com ബബിളിൻ്റെ പീക്കിൽ 200 rupees അറൗണ്ട് ആയിരുന്നു. അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 85,000 crores ആയിരുന്നു. അവരുടെ ആനുവൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് 285 crores ആയിരുന്നു. സോ ആ സമയത്തെ ഇൻഫോസിസിൻ്റെ പി റേഷ്യോ എന്ന് പറഞ്ഞാൽ 300 times ആയിരുന്നു. ഇനി മാർച്ച് 2020 ഇൻഫോസിസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 658 rupees ആയിരുന്നു. അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 280,000 crores ആയിരുന്നു. ഇനി അവരുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ FY 2020 16,639 crores ആയിരുന്നു. സോ അവരുടെ പി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 18 times ആയിരുന്നു. സോ മാർച്ച് 2000 മുതൽ മാർച്ച് 2020 വരെ ഇൻഫോസിസിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്തിൻ്റെ CAGR നോക്കുകയാണെങ്കിൽ 23% ആണ്. പക്ഷേ അവരുടെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2000 ഹൈന്ന് 2020 വരെ നോക്കുകയാണെങ്കിൽ 6% ഉള്ളൂ. സോ പ്രോഫിറ്റ് 23% ഗ്രോ ചെയ്തിട്ടും സ്റ്റോക്കിൻ്റെ റിട്ടേൺ 6% ഉള്ളൂ. ഇനി അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ആ എൻട്രി പ്രൈസ് ആണ്. അതായത് മാർച്ച് 2000 ഇൻഫോസിസിൻ്റെ പി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 300 times ആയിരുന്നു. ഇനി 2000 .com ക്രാഷിൽ
ഇൻഫോസിസിൻ്റെ സ്റ്റോക്ക് പ്രൈസും ക്രാഷ് ആയിരുന്നു. സോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇൻഫോസിസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 200 ലെവൽസിൽ നിന്ന് 45 ലെവൽസിലോട്ടാണ് പോയത്. സോ ആ സമയത്താണ് ഒരാൾ ഇൻഫോസിസിൻ്റെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ എൻട്രി പ്രൈസ് എന്ന് പറഞ്ഞാൽ 45 റുപ്പീസും പി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 19 ടൈംസും ആയിരുന്നേനെയും. ഇനി 2003 മുതൽ 2020 വരെയുള്ള ഇൻഫോസിസിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിലും 18% ആണ്. സോ എൻ്റർ ചെയ്ത സമയത്ത് പി റേഷ്യോയും പ്രോഫിറ്റ് ഗ്രോത്തും അറൗണ്ട് സെയിം ലെവൽസ് തന്നെയായിരുന്നു. സോ സ്റ്റോക്ക് റിട്ടേണും 2003 മുതൽ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് എൻ്റർ ചെയ്ത ഒരാൾക്ക് 17% ഉണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിളാണ് മാരിക്കോയുടെ സ്റ്റോക്ക്. 2000 മാർച്ചിൽ മാരിക്കോയുടെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3 റുപ്പീസ് ആയിരുന്നു. അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 387 ക്രോർസും ആയിരുന്നു. ഇനി അവരുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2000 ഫൈനാൻഷ്യൽ ഇയറിൽ 35 ക്രോർസും ആയിരുന്നു. സോ പി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 10 ടൈംസും ആയിരുന്നു. ഇനി 2020 മാരിക്കോയുടെ സ്റ്റോക്ക് പ്രൈസ് 300 റേഞ്ചിലാണ്. അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 39,000 ക്രോർസും ആണ്. അവരുടെ ആനുവൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1,136 ക്രോർസും ആണ്. അവരുടെ പി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 32 ടൈംസും ആണ്. സോ 2000 മുതൽ 2020 വരെ നോക്കുകയാണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 19% ആണ്. പക്ഷേ അവരുടെ സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 26% ആണ്. സോ ഈ രണ്ട് കമ്പനീസിൻ്റെയും പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 2000 മുതൽ 2020 വരെ നോക്കുകയാണെങ്കിൽ 20% അറൗണ്ട് ആണ്. പക്ഷേ സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 6% ഉള്ളൂ, പക്ഷേ മാരിക്കോ 26% ഉണ്ട്. ഇനി അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻട്രി പ്രൈസ് ആണ്. ഇൻഫോസിസിൻ്റെ പി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 300 ടൈംസ് ആയിരുന്നു 2000 മാർച്ചിൽ. പക്ഷേ മാരിക്കോയുടെ പി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 10 ടൈംസേ ഉള്ളായിരുന്നു മാർച്ച് 2000. പക്ഷേ മാരിക്കോയുടെ പ്രോഫിറ്റ്സ് ഗ്രോ ചെയ്തത് ഈ 20 വർഷം 10% അല്ല 20%. അതുകൊണ്ട് തന്നെയാണ് ആ സ്റ്റോക്ക് ഒരു 100 ടൈംസ് റിട്ടേൺസ് ഡെലിവർ ചെയ്തതും. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എല്ലാ കമ്പനീസും അതുപോലെ എല്ലാ സെക്ടേഴ്സും ഒരു ബിസിനസ് സൈക്കിളിലൂടെ കടന്നു പോകുന്നതാണെന്ന്. ഈ ആർട്ടിക്കിളിൽ ഇവർ 13 സ്റ്റോക്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്സ് ലാസ്റ്റ് 10 വർഷമായിട്ട് പോസിറ്റീവ് റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തതെന്നാണ് ഇതിൽ പറയുന്നത്. ഇനി ആ സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സുപ്രീം ഇൻഡസ്ട്രീസ്, ക്രിസിൽ, ലാവോപാല, സെറ, ബോഷ്, ബട്ടർഫ്ലൈ, ബാറ്റ, അമരരാജ ബാറ്ററീസ്, ഗുഡിയർ, സൺഫാർമ, TTK പ്രസ്റ്റീജ്, ITC, ശ്രീനൂജ് ആൻഡ് കമ്പനി. സോ ഈ 13 സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ വേറെ വേറെ സെക്ടേഴ്സിലുള്ള റാൻഡം കമ്പനീസാണ്. ഞാനിപ്പം ഈ സ്റ്റോക്സിൻ്റെ 2014 മുതൽ 2020 വരെയുള്ള റിട്ടേൺസ് ചെക്ക് ചെയ്തു. ആ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സുപ്രീം ഇൻഡസ്ട്രീസ് ആണെങ്കിൽ 3 ടൈംസ് റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തത് 2014 മുതൽ 2020 വരെ. ക്രിസിലാണെങ്കിൽ 4% CAGR ഡെലിവർ ചെയ്തിട്ടുള്ളൂ ഈ സമയത്ത്. ലാവോപാല ആണെങ്കിൽ 3x റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തത്. ഇനി സെറ ആണെങ്കിൽ 14% അറൗണ്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ബോഷ് 0 റിട്ടേൺസ് ആണ്. ബട്ടർഫ്ലൈ -60% ആണ്. ബാറ്റ 14%. ഇനി അമരരാജ ബാറ്ററീസ് FD റിട്ടേൺസ് ഡെലിവർ ചെയ്തിട്ടില്ല. ഇനി ഗുഡിയർ ആണെങ്കിൽ 10%. സൺഫാർമ ആണെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ്. TTK പ്രസ്റ്റീജ് ആണെങ്കിൽ അറൗണ്ട് 10%. ITC ആണെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ്. ശ്രീനൂജ് ആൻഡ് കമ്പനി എന്ന് പറയുന്നത് ബാങ്ക്രപ്റ്റ് ആയി പോയെന്ന് തോന്നുന്നു. ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ കാണാനില്ല. സോ ഈ 13 കമ്പനീസിൽ ചിലത് വീണ്ടും മൾട്ടി ബാഗേഴ്സ് ആയിട്ടുണ്ട്. ചിലത് FD റിട്ടേൺസിനേക്കാളും കുറവാണ് ഡെലിവർ ചെയ്തിരിക്കുന്നത്. ചിലത് നെഗറ്റീവ് റിട്ടേൺസുമാണ്. കാരണം ഈ കമ്പനീസിൻ്റെ ഏർണിങ്സ് താഴോട്ട് പോയപ്പോഴാണ് സ്റ്റോക്കും കറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ സ്റ്റോക്സിൻ്റെ ഒക്കെ ഫൈനാൻഷ്യൽസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്സ് ഒക്കെ ഒരു കറക്ഷൻ ഇല്ലാതെ 10 വർഷം റാലി ചെയ്തതെന്നും ഇനി അതിനുശേഷം വീണ്ടും മൾട്ടി ബാഗർ ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് ഡെലിവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസ് എന്താണെന്നുള്ളതും ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് ചെക്ക് ചെയ്താൽ മതി. കാരണം 2014 ശേഷം വീണ്ടും മൾട്ടി ബാഗർ റിട്ടേൺസ് ഡെലിവർ ചെയ്ത സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവരുടെ ഏർണിങ്സും ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇനി നെഗറ്റീവ് റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അവരുടെ ഫൈനാൻഷ്യൽസ് ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. പ്രോഫിറ്റ്സ് താഴോട്ട് പോയതുകൊണ്ടാണ് സ്റ്റോക്കും കറക്റ്റ് ചെയ്തതെന്ന്. സോ നിങ്ങളൊരു 10 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് എത്ര ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് വാങ്ങിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളുടെ റിട്ടേൺസ് എത്ര ആയിരിക്കും എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ എൻട്രി ടൈമിലെ വാല്യുവേഷനെയാണ്. ഒരു കമ്പനിയുടെ ബിസിനസ് സൈക്കിളിൻ്റെ ഇനീഷ്യൽ ഫേസിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏറ്റവും നല്ല റിട്ടേൺസ് കിട്ടുന്നത്. ഇനിയും ആ ബിസിനസ് സൈക്കിളിൻ്റെ പീക്കിലോ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ലോങ് ടേമിൽ വലിയ റിട്ടേൺസ് അതിൽ നിന്ന് കിട്ടാനില്ല. എൻ്റെ അപ്കമിങ് എപ്പിസോഡിൽ വാല്യുവേഷനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഞാൻ 2 സ്റ്റോക്സും കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. HDFC ബാങ്കും ബ്ലൂ ഡാർട്ടും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.